ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോം ഡിപ്പോയിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ചെടികൾ വാങ്ങണം. അപ്പോൾ അങ്ങനെ വന്നതാണ്. എന്തെങ്കിലും പുതിയ ചെടികൾ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കും. ഏത് രാജ്യത്ത് പോയാലും എന്തെങ്കിലും മേടിക്കും, ചെടികളുടെ ഐറ്റം എന്തെങ്കിലും മേടിക്കും. അപ്പോൾ അങ്ങനെ ഹോം ഡിപ്പോ ഇവിടെ നല്ലൊരു നഴ്സറി ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ വരികയാണ്. അപ്പോൾ ചെടികളൊക്കെ കാണാം. ഇത് ഈ ഹോം ഡിപ്പോയുടെ കാർ പാർക്ക് ഏരിയയാണ്. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയാണ്. ഞാൻ ഇങ്ങോട്ട് ക്യാമറ പിടിക്കാനുള്ള കാരണം തന്നെ ഇവിടുത്തെ ഈ ആകാശം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ആകാശം വളരെ മനോഹരമാണ്. ബ്ലൂ സ്കൈ, അതിലിങ്ങനെ മഞ്ഞ് കട്ടകൾ നിൽക്കുന്ന കണക്ക് മേഘപാളികൾ ഇങ്ങനെ ഇപ്പോൾ ഇനി താഴെ വീഴുന്ന അങ്ങനെ തോന്നും. ഇവിടുത്തെ മേഘങ്ങൾ നിൽക്കുന്ന കണ്ടാൽ വളരെ മനോഹരം. നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടിഫുള്ളാണ്. അതേപോലെ ഭംഗി അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഭംഗി ഇവിടുത്തെ ഈ ആകാശത്തിനുണ്ടെന്ന് തോന്നാം. ഇനി നമുക്ക് ബാക്കി പൂക്കളുടെ കാഴ്ചകളിലേക്ക് മടങ്ങാം. അതായിരിക്കും ഫ്രീ. ഇവിടെ ഇപ്പോൾ ഈ ഹാലോയിൻ വരികയാണ് ഇവിടെ നിന്ന് തന്നെ. അപ്പോൾ അതിൻ്റെതായ പംകിൻ എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുകയാണിത്. അത് വലിയ ആഘോഷമാണ് ഇവിടെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ ഹാലോവിൻ ഡേ. അപ്പോൾ അത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ചെടികളും ഒക്കെ ഉണ്ട്. ഇതൊരു വലിയ ഒരു നഴ്സറിയാണ്. തീരെ മോശമില്ലാത്തൊരു നഴ്സറി. ഒത്തിരി ചെടികളുണ്ട്, പുതിയ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം പിന്നെ എന്താ പറയുക, ഈ രാജ്യങ്ങളുടെ വെതറിന് വേണ്ടി ഉള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൊണ്ട് അതൊന്നും അങ്ങോട്ട് പൊടിക്കും, പക്ഷേ എന്താ പറയുക, പൂക്കുന്നില്ല. ഇതൊക്കെ റോസ് ഐറ്റം. പനിനീർ റോസയുണ്ട്, നമുക്ക് ലണ്ടനിൽ അത് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ പനിനീർ റോസയുണ്ട്, അത് നോക്കി വന്നതാണ് യഥാർത്ഥത്തിൽ. ബീൻപിടി ക്രേപ്പ് മെറ്റൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ഞാൻ ഇവിടെ പൊടിച്ച് വന്നിട്ടുണ്ട്. ലണ്ടനിൽ പൂത്തു, പക്ഷേ ഈ കളറല്ല, വേറെ കളറാണ്. വൈറ്റും ഒരു റോസും. ഇതിപ്പം മെജന്ത കളറ് ആണ് ഇപ്പം നോക്കി വന്നത്. മെജന്ത കളർ കിട്ടിയിട്ടുണ്ട്, ഇത് മേടിക്കുകയാണ്. ഈ ക്രേപ്പ് മെറ്റൽ സീസണൽ ഫ്ലവേഴ്സാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങ് പൂക്കും. പക്ഷേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ മനോഹരമാണ്. വെരി വെരി ബ്യൂട്ടിഫുൾ. അത് ഒരുമിച്ച് കൊലകുത്തി ഇങ്ങനെ പൂത്ത് കിടക്കും. ഇതുവരെയും പൂത്തില്ല, പക്ഷേ ഉണ്ട്, മരമുണ്ട് അവിടെ, പൂക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചെടികളുടെ സീസൺ കഴിഞ്ഞു. കാര്യം പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ അമേരിക്ക ഒത്തിരി ചെടികളില്ല ഇവിടെ. ഓഫ് സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പം എന്നാലും ഉള്ള ചെടികൾ കാണാം. മെറ്റലിൻ്റെ ക്രേപ്പ് മെറ്റലിൻ്റെ റോസ് ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പം പൂ തീരാറായി, പൂത്ത് കഴിയാറായി. ഇപ്പോൾ നഴ്സറിയിൽ വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ പൂക്കൾ. ഇത് ഒരുമിച്ച് ഇങ്ങനെ കൊലകുത്തി നിൽക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. നോക്കട്ടെ. ദൂരം ചെടികളാണ്.
ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികൾ തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി നല്ല നല്ല ഭംഗിയാണ്. ഇപ്പോൾ സീസൺ പോയതുകൊണ്ട് ചെടികൾ കുറവാണ്. എല്ലാം കഴിഞ്ഞു, സ്റ്റോക്കായി. ഇനിയിപ്പം വിന്റർ സീസൺ തുടങ്ങുന്നതുകൊണ്ട് വിലയും കുറച്ച് കുറവായിരിക്കും. കാര്യം ഇപ്പം എങ്ങനെയാലും മാക്സിമം വിറ്റ് തീർക്കാൻ നോക്കുകയാണ്. ഇത് ക്രേപ്പ് മെറ്റലിൻ്റെ ഡിഫറെൻറ്റ് കളർ, പിങ്കും എന്താ പറയുക യെല്ലോ കലർന്ന വൈറ്റും ചേർന്ന ചെടി. ഇത് ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയാണ്. ഇതാണ് ക്രേപ്പ് മെറ്റൽ. ഇതൊരു 15 വർഷം പഴക്കമുണ്ട്. ഞാനിത് പൊടിച്ച് ഒന്ന് പൂത്ത് നിൽക്കുന്ന ചെടിയാണിത്. ഇതിപ്പം ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതാണ്. ഇത് അമേരിക്കയിലുള്ള കാഴ്ചയല്ല. ഇത് ലണ്ടനിലെ എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന ചെടിയുടെ അമേരിക്കയിലുള്ളവർക്ക് ഇതൊരു പുതിയ കാഴ്ചയല്ല. കാര്യം അവിടെ എല്ലാ വീട്ടിലും ഇത് ധാരാളമായിട്ടുണ്ട്. പിന്നെന്താ റോഡ് സൈഡിലും ഒക്കെ പബ്ലിക് പാർക്കുകളിലും ഒക്കെ ഇത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് UK ഞാൻ കണ്ടിട്ടില്ല. വളരെ റെയറായിട്ട് ആയിരിക്കും ഉള്ളത്. ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിൽ കണ്ടിട്ടില്ല. ഇന്ത്യ മൊത്തം ഞാൻ സഞ്ചരിച്ചിട്ടില്ല. കേരളത്തിൽ ഞാനിത് കണ്ടിട്ടില്ല. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് കാണാമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്യണം. അതൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.20岁的风掠过发梢，把美丽尘埃都飘。